ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല പഞ്ഞി പോലത്തെ നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ട് പാലപ്പമാണ്. തേങ്ങയൊന്നും അരയ്ക്കാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് സോഫ്റ്റ് പാലപ്പം തയ്യാറാക്കിയെടുക്കാം. ആർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റും കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് പച്ചരി ഒന്ന് കുതിരാൻ ഇടണം. അപ്പോൾ ദാണ്ട് ഈ ഒരു ഗ്ലാസ് പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കഴുകിയ ശേഷം ഒരു 5-6 മണിക്കൂർ നമുക്കൊന്ന് കുതിരാനിടാം. അതിന് ശേഷം നമുക്കൊന്ന് ആട്ടിയെടുക്കണം. ഞാൻ പറഞ്ഞായിരുന്നു തേങ്ങ ചേർക്കുന്നില്ല, അതിന് പകരം അവൽ ചേർത്താട്ടോ അരയ്ക്കുന്നത്. അപ്പോൾ ദാണ്ട് പച്ചരി നല്ലതുപോലെ കുതിർത്തെടുത്തിട്ടുണ്ട്. അവൽ ഞാൻ എടുത്തിട്ടുണ്ട്. അവൽ ഞാൻ 1 ഗ്ലാസ് പച്ചരിക്ക് 1/2 ഗ്ലാസ് അവലാണ് എടുത്തേക്കുന്നത്. അപ്പം വെള്ള അവലാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. ഇല്ലെങ്കിൽ ചുവപ്പാണെങ്കിലും കുഴപ്പമില്ല, മട്ടയവലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പം അവലൊന്ന് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അത് 2 വട്ടം കഴുകുമ്പോൾ തന്നെ അത് കുതിർന്ന് വന്നോളുവേ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കഴുകി വെച്ചേക്കുന്ന അരി ഇട്ട് കൊടുക്കാം. പച്ചരി ഇട്ട് കൊടുത്ത ശേഷം പിന്നെ നമ്മൾ 2 സ്പൂൺ ചോറാട്ടോ, 2 ടേബിൾ സ്പൂൺ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന അവൽ ഇട്ട് കൊടുക്കാം. അവലും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 സ്പൂൺ ഉപ്പാണ്. ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മുടെ ഇതനുസരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്ത ശേഷം 1/4 ടീസ്പൂണിലും താഴെ ഈസ്റ്റ്, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഞാൻ തണുത്ത വെള്ളമാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്, ഐസ് വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. അത് നമ്മൾ അരയ്ക്കുന്ന അനുസരിച്ചിരിക്കുവേ. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് വെള്ളം ഒരുപാട് കൂടിപ്പോവല്ലേ, അപ്പോൾ മാവ് ലൂസായി പോകും കേട്ടോ. താണ്ടെ ഈ ഒരു അളവിൽ നമുക്ക് അരച്ചെടുക്കണം. ഇതിപ്പോൾ കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് തിക്കും അല്ല, ഒരുപാട് ലൂസും അല്ല, ഈ ഒരു അയവിൽ കിട്ടണം കേട്ടോ. ഇനി ഇത് നമുക്കൊരു 8-9 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 8-9 മണിക്കൂർ കഴിഞ്ഞിട്ട്, ഞാനിത് വൈകുന്നേരം കേട്ടോ അടച്ച് റെഡിയാക്കി വയ്ക്കുന്നത്, രാവിലത്തേക്ക് വേണ്ടിയേ. അപ്പോൾ അതാണ്ട് ഇപ്പോൾ നല്ലതുപോലെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ പൊങ്ങിയ മാവിന് നല്ലതുപോലെ തവിയിട്ട് ഇളക്കിയെടുക്കരുത്, ഒന്നൊന്ന് കറക്കിയെടുക്കാവുള്ള ചെറുതായിട്ട്. ഇതുപോലെ ഒരു കറക്കി എടുക്കണം കേട്ടോ, മതി. ഇനി നമ്മൾ മാവ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് വെച്ചിട്ടാട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ മാവ് ഓരോ പ്രാവശ്യം കലക്കിയെടുക്കരുത്, മുകളിൽ നിന്ന് ഓരോ തവിയെടുത്ത് മാത്രമേ ഉണ്ടാക്കാവുള്ളേ. ഒരു തവി മാവ് ഒഴിച്ച് നോക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കറക്റ്റ് ആ പരുവത്തിലാണ് തന്നെ മാവ് നമുക്ക് റെഡിയായി കിട്ടിയേക്കുന്നത്. നമ്മൾ പിന്നീട് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടുമില്ല കേട്ടോ. നമ്മൾ ഉപ്പും എല്ലാം ചേർത്ത് വെച്ചതുകൊണ്ട് പിന്നീട് മാവ് നല്ലതുപോലെ കലക്കേണ്ട ആവശ്യമില്ലേ. മാവ് കലക്കുമ്പോൾ ആ ബബിൾസ് ഒന്നും പൊട്ടിപ്പോകാതിരിക്കാനാണ് മാവ് അങ്ങനെ ഉടച്ച് കലക്കരുതെന്ന് പറയുന്നത്. നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ്. ഇപ്പം നമ്മൾ രാവിലെ ഉണ്ടാക്കുന്നതെങ്കിൽ വൈകുന്നേരം ഈ ബാലൻസ് അപ്പം ഇരിക്കുകയാണെങ്കിൽ അതുപോലെ സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. നിറയെ ഹോൾസ് എല്ലാം വീണ ശേഷം തന്നെ നമ്മൾ അടച്ചു വെച്ച് കൊടുത്ത് അത് പെട്ടെന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞ് നമ്മുടെ പാലപ്പം റെഡി ആയിട്ടുണ്ട്. തേങ്ങ ഇല്ലെങ്കിലും ഇതുപോലെ റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ. ഇനിയിപ്പോൾ ചൂടോടെ കഴിക്കുകയാണെങ്കിൽ കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. തേങ്ങ ഇല്ലാതെ തന്നെ നമുക്ക് അവലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാലപ്പം റെഡിയാക്കി എടുക്കാം. പാലപ്പം മാത്രമല്ല, നമ്മൾ സാധാ വെള്ളയപ്പം ഉണ്ടാക്കുമല്ലോ, അതും ഇതുപോലെ അവൽ വെച്ച് റെഡിയാക്കി എടുക്കാമേ. കാണുമ്പോൾ തന്നെ അറിയാമല്ലേ, നല്ല സോഫ്റ്റ് അപ്പം കേട്ടോ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം ഞാൻ നല്ല പാലപ്പം എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മുഴുവൻ ഹോൾസ് കണ്ടോ, നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം എല്ലായിടും ഹോൾസ് വീണ് തന്നെയാണ് നമ്മൾ ഈ അപ്പം റെഡിയാക്കി എടുക്കുന്നത്. കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. ഇനി നമുക്ക് ഞാൻ വാഴയിലേക്ക് എല്ലാം എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാലപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവേ. തേങ്ങ അരയ്ക്കാത്ത അപ്പം എന്ന് പറയത്തേ ഇല്ല, അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കും കേട്ടോ. കാരണം പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങൾ കമൻറ്റ്സ് ഇടാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ.
അപ്പോൾ ഇനി നിങ്ങൾ ഇതുപോലൊന്ന് അവൽ കൊണ്ടൊന്ന് പാലപ്പം ഉണ്ടാക്കി നോക്കണം കേട്ടോ. മട്ടയവലാണെന്നുണ്ടെങ്കിൽ ആ ഒരു കളർ കാണും, വെള്ള അവലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വെള്ള കളറിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഏത് അവലായാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ 1 ഗ്ലാസ് പച്ചരിക്ക് നമ്മൾ 1/2 ഗ്ലാസ് അവലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ എടുത്താൽ മതി. അവൽ ഒരുപാട് കൂടിപ്പോണ്ട, അത് കറക്റ്റ് അളവിൽ അങ്ങനെ തന്നെ തയ്യാറാക്കി എടുത്താൽ മതി. അതുപോലെ വെള്ളം ഒഴിക്കുന്നതും ഒരുപാട് നീണ്ടു പോവാതെ ശ്രദ്ധിച്ചാൽ മതി. അഥവാ ഇനി നിങ്ങൾ ഒഴിച്ച വെള്ളം കൂടിപ്പോയി എന്നുണ്ടെങ്കിൽ രാവിലെ മാവ് എടുക്കുമ്പോൾ അന്ന് സൈഡൊന്ന് ആ പാത്രം ചെരിച്ച് കൊടുക്കുമ്പോൾ ആ മാവിലെ വെള്ളം എല്ലാം ഇങ്ങ് പുറത്ത് പോയിക്കോളുവേ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. മാവെല്ലാം കലങ്ങിയിരിക്കത്തില്ല, ആ വെള്ളം എല്ലാം അടിയിലുണ്ടാകും കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.